നീ എന്റെ കുഞ്ഞിനെ തല്ലിയല്ലേ? അവളുടെ പപ്പ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും, അത് ചോദിക്കാൻ നിങ്ങളാരാ? അവൻ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. ഇത് എന്റെ പപ്പയാ, എന്റെ പപ്പയ്ക്ക് എന്നിൽ അവകാശമുണ്ട്. അത് കേട്ട് സേറ അവനോട് പറഞ്ഞു. അതൊക്കെ എന്റെ മിന്നെ നിന്റെ കഴുത്തിൽ വീഴുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീ എന്റെ ഭാര്യയാ, ഇനി ഈ ബന്ധം അവസാനിക്കുന്നത് വരെ അതങ്ങനെ തന്നെയായിരിക്കും. അവനും പറഞ്ഞു. നിർത്ത്, ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്നേ വരെ ഞങ്ങളൊന്നും നുള്ളിപ്പോലും വേദനിപ്പിച്ചിട്ടില്ല. ആ അവളെയാണ് ഇന്ന് നീ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തല്ലിയത്. അതൊരിക്കലും ഞങ്ങൾ പൊറുക്കില്ല ക്രിസ്റ്റി, നീ നോക്കിക്കോ. അവളുടെ വലിയ പപ്പ അവനെ നോക്കി പറഞ്ഞു. നിങ്ങൾ പൊറുക്കുവോ പൊറുക്കാതിരിക്കുവോ എന്തേലും കോപ്പ് ചെയ്, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവനും പറഞ്ഞു. ഇച്ചായ, അത് കേട്ടവൾ ദേഷ്യത്തോടെ വിളിച്ചു. എന്താടി? അവൻ തിരികെ ചോദിച്ചു. ഇച്ചാൻ ആരോടെ സംസാരിക്കുന്നത് ബോധ്യമുണ്ടോ? അവളുടെ സംസാരം ഉച്ചത്തിലായി. ഞാൻ ഇന്ന് വരെ ബോധത്തോടെ തന്നെയാ സംസാരിച്ചത്. നീ അതൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട, കേറിപ്പൊടി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. നിന്റെ ആട്ടുതുപ്പം കേട്ട് ജീവിക്കാനല്ല എൻ്റെ കുഞ്ഞിനെ 10-18 വർഷം ഞാൻ വളർത്തിയത്. അവളുടെ പപ്പ അത് കേട്ട് അവനോട് പറഞ്ഞു. അതിന് അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. അയാൾ അവളുടെ നേരെ തിരിഞ്ഞു. ഇവൻ നിന്നെ ബലാട്ട് വിവാഹം കഴിച്ചതാ. അത് അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അവരിവിടെ വന്നപ്പോൾ നീ തന്നെയാ അത് മാറ്റി പറഞ്ഞത്. അതിവനോടുള്ള നിന്റെ ഇഷ്ടം കൊണ്ടായിരുന്നു. ഇവൻ ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ ഞങ്ങളോട് ഒന്ന് സംസാരിച്ചതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഒരു അവകാശവും ഇല്ലേ മോളെ? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു. പപ്പേ, ഒരിക്കലും ഒരു മകളെ അവളുടെ മാതാപിതാക്കളുടെ അടുത്തു നിന്നും വേർപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ശരിയാ പപ്പ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ എന്നും ഇച്ചായൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നെ മനസ്സിലാക്കാത്ത, എന്നെ വിശ്വസിക്കാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നത് തന്നെയാണ്. അവൾ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഞെട്ടി. സേറ, അവൻ ദേഷ്യത്തോടെയും സംശയത്തോടെയും വിളിച്ചു. വേണ്ട ചായ, അന്നൊരുത്തി ഇവിടെ കയറി വന്ന് നാടകം കളിച്ചപ്പോൾ അവളുടെ നാടകത്തെ വിശ്വസിക്കാതെ എൻ്റെ കഴുത്തിൽ മിന്നി കെട്ടിയവനെ വിശ്വസിച്ചവളാണ് ഞാൻ. ഈ നെഞ്ചിൽ മുഴുവൻ ഇച്ചായനുള്ളത് കൊണ്ടായിരുന്നു ഞാൻ ഇച്ചായനെ തള്ളിപ്പറയാതെ പോലീസുകാർ വന്നപ്പോൾ ഇച്ചായൻ്റെ കൂടെ നിന്നത്. ഇത്തിരിയൊക്കെ ഞാൻ ഇച്ചായനോട് കാണിച്ചപ്പോൾ ഇച്ചായൻ എനിക്ക് തിരികെ തന്നത് എന്താ? ഞാൻ എൻ്റെ പപ്പയും വലിയ പപ്പയും കണ്ടപ്പോൾ അങ്ങോട്ട് പോയെന്ന് സംസാരിച്ചു. ഇതിന് ഇച്ചായൻ എന്തൊക്കെയാ എൻ്റെ മുഖത്ത് നോക്കി ഇപ്പോൾ പറഞ്ഞത്? എന്നെ തല്ലുക വരെ ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ ഇച്ചായനെ വിശ്വസിക്കുന്നതിൻ്റെയും പ്രണയിക്കുന്നതിൻ്റെയും ഒരംശം പോലും ഇച്ചായൻ എന്നോടില്ല എന്നല്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇച്ചായ. ഇച്ചായൻ എന്നെ മനസ്സിലാക്കി വരുന്നോ അന്ന് മാത്രമേ ഞാനും ഇച്ചായനും തമ്മിൽ ഇനിയൊരു ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞതും അവൻ ഞെട്ടിപ്പോയി. സേറാ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. പോകാം പപ്പേ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാളും തലയാടി. സേറ, നീ അങ്ങോട്ടേക്ക് പോയാ നിന്നെ തിരക്കി ക്രിസ്റ്റി വരുമെന്ന് നീ ഒരിക്കലും കരുതരുത്. ആ പടി ഞാൻ ചവിട്ടില്ല ഒരുത്തികൾക്ക് വേണ്ടിയും. അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടി. എന്നാൽ അവൾ അതിന് ഉത്തരം ഒന്നും പറയാതെ ആ വീടിൻ്റെ പടിയിറങ്ങി. സേറ, അവൻ ദേഷ്യത്തോടെ പിറകിൽ നിന്നും അവളെ വിളിച്ചു. എന്നാൽ ആ വിളി പോലും കേൾക്കാതെ അവൾ ഇറങ്ങിയിരുന്നു. അവളുടെ പപ്പയും അവളുടെ ഒപ്പം ഇറങ്ങി. ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവളുടെ വലിയ പപ്പയിലേക്ക് നീണ്ടു. നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. അവളെ എന്നിൽ നിന്നും പിരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ആവില്ല. അവൻ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു കാണിച്ചു. ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയ നിങ്ങളെ ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ജീവിതകാലം മുഴുവൻ നിന്നിൽ നിന്നും അകറ്റി നിർത്താനും ഞങ്ങൾക്ക് കഴിയും. നിന്റെ മിന്ന് അവൾ തന്നെ പൊട്ടിച്ചെറിയും. നിന്റെ മുൻപിൽ വെച്ച് തന്നെ അവൾ മറ്റൊരുത്തൻ്റെ മിന്ന് ഏറ്റുവാങ്ങും. അയാൾ പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ്. ഈ ക്രിസ്റ്റി ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യാസ്ഥാനം അവൾക്ക് മാത്രമായിരിക്കും. ഇപ്പം ഞാൻ തല്ലിയതിൻ്റെയും ദേഷ്യപ്പെട്ടതിൻ്റെയും പിണക്കവും ദേഷ്യ അവൾക്കുള്ളത്. അത് മാറ്റാനും ഈ ക്രിസ്റ്റിക്കറിയാം. അതിനിടയിൽ നിങ്ങളിനി എന്ത് ചീപ്പ് കളി കളിച്ചാലും അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ക്രിസ്റ്റി അയാളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ പറയുന്നത് കേട്ട് അയാൾ വീണ്ടും പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു. ഒരു 2 ദിവസം അവളെ ഞങ്ങൾക്ക് അവിടെ കിട്ടിയാൽ മതിയടാ. അവൾ നിന്നെ തന്നെ പറയിപ്പിക്കും. അയാൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ സേറയിലേക്ക് നീണ്ടു. അവൾ അവളുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപേ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവയെ വാശിയോടെ തുടച്ചു കളഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി. അത് കണ്ട് അയാൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് നടന്നു. മിത്ര അകത്തേക്ക് കയറി ചെന്നതും അവരെ കാത്തുന്ന പോലെ ഗിരിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അയ്യോ, ഇതെന്താ മോളെ, മുഴുവനും നനഞ്ഞല്ലോ നീ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ്റെ അടുത്ത് വഴക്കിന് ചെല്ലണ്ടാന്ന്. അവർ ആവലാതിയോടുകൂടി അവളെ നോക്കി പറഞ്ഞു. ഞാൻ ഒന്നിനും പോയില്ല അമ്മേ.
ഞാൻ വെറുതെ അവിടെ ചെന്ന് നിൽക്കുമായിരുന്നു. ഗിരിയേട്ടനാ എന്നെ കുളത്തിൽ തള്ളിയിട്ടത്. ഞാൻ മുഴുവനും നനഞ്ഞു. അവൾ വിഷമത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഷേ, മോൾക്ക് കുളത്തിൽ കുളിച്ചൊന്നും ശീലമില്ലല്ലോ. അവനിങ്ങ് വരട്ടെ, ഞാനവന് കൊടുക്കുന്നുണ്ട്. മോള് നിൽക്ക്, ഞാൻ തോർത്തെടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അവർ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ മറ്റൊരു തോർത്തെടുത്തിട്ട് അവളുടെ തല തുവർത്തി കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് വരുന്നത്. മുണ്ടുടുത്ത് തോർത്ത് പുറത്ത് വിരിച്ചുകൊണ്ടാണ് അവൻ്റെ വരവ്. ഗിരി, നീ എന്തിനാ മോളെ കുളത്തിലേക്ക് തള്ളിയിട്ടെ? ഇവൾക്കതൊന്നും ശീലമില്ലാത്തതാണെന്ന് നിനക്കറിയില്ലേ? അതും ഈ സമയം പനി വല്ലതും പിടിച്ചാലോ? അവരാണെങ്കിൽ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അവളാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവനെ നോക്കി കുറുമ്പോടെ പിരികം പൊക്കി. പോടി പട്ടി, അവൾ ചുണ്ടുകൾ അനക്കിക്കൊണ്ട് പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദേമേ, ഗിരിയേട്ടൻ എന്നെ ചീത്ത വിളിക്കുന്നു. അവൾ അവൻ്റെ നേരെ കൈകൾ ചൂണ്ടി പറഞ്ഞതും അവർ ദേഷ്യത്തോടെ വീണ്ടും അവനെ നോക്കി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൻ നിഷ്കളങ്കമായി അവരെ നോക്കി പറഞ്ഞു. ഉവ്, നീ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മോൻ അത്ര പാവമല്ലേ? അവർ കളിയാക്കി. മോളിനി എങ്ങനെ വീട്ടിൽ പോകും? ഈ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞല്ലോ. അവർ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അത് സാരമില്ല അമ്മേ, ഞാൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ അതെടുക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ, അതിട്ടോളാം. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എടാ, കൊച്ചിൻ്റെ ഡ്രസ്സ് എടുത്തു കൊടുക്ക്. അവർ അവനെ നോക്കി പറഞ്ഞു. വേണേ വന്ന് എടുക്കട്ടെ, എൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അവൻ പുച്ഛത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മേ, ഒന്ന് എടുത്തിട്ട് വരുമോ? അവൾ ദയനീയമായി അവരെ നോക്കി പറഞ്ഞതും അവർ ചിരിച്ചു. ഇപ്പം അങ്ങോട്ടേക്ക് ചെന്നാൽ ഇനിയും അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എടുത്തിട്ട് വരാം. മോൾ എൻ്റെ മുറിയിൽ ചെന്ന് ദേഹമൊക്കെ ഒന്ന് തുടയ്ക്ക്. അവർ പറഞ്ഞതും അവൾ തലയാട്ടി. വീട്ടിലേക്ക് വന്ന സേറ എല്ലാവരെയും ദയനീയമായിട്ടും വിഷമത്തോടെയും ഒക്കെ നോക്കാൻ തുടങ്ങി. മോൾ കുറച്ചു നേരം കിടക്ക്, നമുക്ക് രാത്രി സംസാരിക്കാം. അവളുടെ പപ്പ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ പതിയെ എഴുന്നേറ്റ് എല്ലാവരെയും ഒന്ന് വിഷമത്തോടെ നോക്കിയിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് ചെന്നു. പിന്നെ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അവൾ ഫോൺ എടുത്തു. മറുവശത്ത് ഹലോ എന്നുള്ള ഗൗരവമായ ശബ്ദം കേട്ടു. ഭ തെണ്ടി, അവൻ ഫോൺ എടുത്ത പാടെ അവൾ പറഞ്ഞു. എന്താ എൻ്റെ പെണ്ണുമ്പിള്ളേ, ഇച്ചാനിപ്പോൾ തെറിച്ചു പോവല്ലോ. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. എടോ കാല തെണ്ടി പട്ടി ഇച്ചായ, പതി അടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സൈഡിലെ പല്ല് പോയെന്നാ തോന്നേ. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സോറി പെണ്ണെ, ഒരു ഒറിജിനാലിറ്റി തോന്നാൻ ഒരുപാട് വേദനിച്ചോ നിനക്ക്? അവൻ വിഷമത്തോടെ ചോദിച്ചു. ഏയ്, നല്ല സുഖമായിരുന്നു. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവൾ ദേഷ്യത്തോടെ വീണ്ടും അവനോട് പറഞ്ഞു. പക്ഷെ നിന്റെ അഭിനയം സൂപ്പറായിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല നിന്നെ. ശരിക്കും ഞാൻ കരുതിയത് നീ അഭിനയിച്ച് കുളവാക്കുമെന്നാ. ഞാൻ അടിച്ചപ്പോൾ നിന്റെ എക്സ്പ്രഷൻ സൂപ്പർ. കണ്ണൊക്കെ നിറച്ച് എന്നെ നോക്കിയൊരു നോട്ടം ഉണ്ടല്ലോ, ശരിക്കും ഒറിജിനൽ പോലെ ഫീൽ ചെയ്തു. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് വലിയ കാര്യത്തിൽ പറഞ്ഞു. അത് അഭിനയമല്ല, ഒറിജിനൽ എൻ്റെ കണ്ണ് നിറഞ്ഞതാ. പൊന്നീച്ച പറന്നു പോയിട്ട് എൻ്റെ ചുറ്റിനും നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുമായിരുന്നു. അത് കണ്ടിട്ട് നിനക്ക് ഞാൻ അഭിനയിച്ചതാണെന്ന് തോന്നിയോടാ ചായ. അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. ഓ സോറി മോളെ, ഞാൻ പെട്ടെന്ന് അറിയാതെ പറ്റിപ്പോയതാ. അത് കേട്ട് അവന് വല്ലാത്ത വിഷമം തോന്നി. അത് പോട്ടെ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചയ്ക്ക് വേണ്ടിക്ക് ആയതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ ഇനി നമ്മുടെ സ്കിറ്റിൽ അടി വേണ്ട കേട്ടോ. അത് താങ്ങാൻ സേറയ്ക്ക് പറ്റുമെന്ന് തോന്നില്ല. അവൾ വല്ലാത്ത ഭാവത്തോടെ കവളിൽ സ്വയം കൈവച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്താ എൻ്റെ സേറയ്ക്ക് താങ്ങാനായിട്ട് പറ്റുന്നത്? അവൻ കുസൃതിയോടെ ചോദിച്ചു. അയ്യടാ, കുറച്ച് ദിവസം ഇനി മേലോട്ട് നോക്കിയിരുന്നാൽ മതി മോനെ. അവൾ കുറുമ്പോടെ പറഞ്ഞു. പിന്നെ അതൊന്നും നടക്കില്ല. എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ മതിൽ ചാടിക്കോളാം. എൻ്റെ കൊച്ച് വാതിൽ തുറന്നൊന്ന് തന്നാൽ മതി. ഇച്ചായൻ ആരും അറിയാതെ വന്ന് പട്ടിണി മാറ്റിയിട്ട് പൊക്കോളാം. അവൻ പറഞ്ഞു. ഒരുത്തികൾക്ക് വേണ്ടിയും ഈ പടി ചവിട്ടില്ല എന്നൊക്കെ ആരോ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. അവൾ അവനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അത് ഒരുത്തികൾക്കല്ലേ, പക്ഷെ നീ എനിക്കങ്ങനെ ഒരുത്തിയല്ലല്ലോ. എൻ്റെ ജീവൻ്റെ പാതിയല്ലേ എൻ്റെ പെണ്ണ്. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു. ഗിരിയുടെ അമ്മ പറഞ്ഞത് പ്രകാരം അവരുടെ മുറിയിൽ കയറിയതാണ് മിത്ര. ടോപ്പ് മാറിയിട്ട് തോർത്തുകൊണ്ട് ശരീരം തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാതിലിൽ മുട്ട് കേട്ടത്. അമ്മയായിരിക്കും എന്ന് കരുതി അവൾ പോയി വാതിൽ തുറന്നതും കാണുന്നത് ഗിരിയാണ്. കയ്യിൽ അവളുടെ ഡ്രസ്സും ഉണ്ട്. അവൾ പെട്ടെന്ന് വാതിൽ ചാരി വെച്ചുകൊണ്ട് ഡ്രസ്സിന് വേണ്ടിയിട്ട് അവൻ്റെ നേരെ കൈ നീട്ടി. പിന്നെ ഇപ്പം തരാം, മര്യാദയ്ക്ക് വാതിൽ തുറക്കടി. അവൻ പറഞ്ഞു. അമ്മ അമ്മ അവൾ വിളിച്ചു. എടി, ഇപ്പം എന്തിനാ കാറിക്കൂവുന്നേ? നിന്റെ ഡ്രസ്സുമായിട്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നേ. പിന്നെ എന്തിനാ നീ ഇപ്പം അമ്മയെ വിളിക്കുന്നത്? അമ്മയല്ല എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയത്. അമ്മ എവിടെ? അവൾ വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു. നിനക്കിപ്പോൾ അമ്മയെ കാണണോ, തുണി ഉടുക്കണോ? അവൻ തിരികെ ചോദിച്ചു. ഗിരിയേട്ടൻ്റെ ഡ്രസ്സ് താ. അവൾ വീണ്ടും അവന് നേരെ കൈ നീട്ടി. അത് നീ വാതിൽ തുറക്ക്. അവൻ വീണ്ടും പറഞ്ഞു. അമ്മ അവൾ വീണ്ടും വിളിച്ചു. അമ്മ ഫോൺ ചെയ്യുക. നിനക്കിപ്പോൾ തുണി എടുക്കണോ വേണ്ടായോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഗിരിയേട്ടൻ്റെ ഡ്രസ്സ് താ. വാതിൽ തുറക്കാൻ വാശി പിടിക്കുന്നത് എന്തിനാ? അവൾ തിരികെ ചോദിച്ചു. നീ എന്താ വാതിൽ തുറക്കില്ലാന്ന് വാശി പിടിക്കുന്നേ? അവനും ചോദിച്ചു. ഗിരിയേട്ടാ, ഡ്രസ്സ് താ. തരുന്നില്ല. നീ വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. അപ്പം അങ്ങനെ തന്നെ നിന്നോ, ഞാൻ പോവാ. ഗിരിയേട്ടാ,
എന്താ മിത്രക്കുട്ടി, എൻ്റെ ഡ്രസ്സ് താ. തരുന്നില്ല. വാതിൽ തുറന്നാൽ തരാം. ആ തുറക്കാം. അവൾ പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന നനഞ്ഞ ഡ്രസ്സ് വീണ്ടും എടുത്തിട്ടു. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. ഇനി താ. അവൾ വാതിൽ തുറന്നുകൊണ്ട് അവനെ നേരെ കൈനീട്ടി പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. പിന്നെ വാതിലടച്ച് ലോക്ക് ചെയ്തു. ഏട്ടനെന്താ ഈ കാണിക്കുന്നേ? അമ്മ വരും. അവൾ പുറകിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു. ഏയ്, അതോർത്ത് നീ പേടിക്കണ്ട. അമ്മ ഇപ്പോഴേ വരില്ല. അമ്മയുടെ അനിയത്തിയെ ഫോൺ ചെയ്തത്. അവരിനി കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഒരു സമയമാകും. അവൻ പറഞ്ഞുകൊണ്ട് വാതിലടച്ച് ലോക്ക് ചെയ്തിരുന്നു. എന്തിനിപ്പോൾ വാതിലടച്ച് ലോക്ക് ചെയ്തത്? എന്താ ഏട്ടൻ്റെ ഉദ്ദേശം? അവൾ പുറകിലേക്ക് മാറിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. ഒരു ദേഷ്യം മാത്രമേ ഇപ്പോൾ നിന്റെ ഗിരിയേട്ടനുള്ളൂ. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ നോക്കി. ഇതാ ഡ്രസ്സ് മാറിക്കോ. അവൻ ഡ്രസ്സ് അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു. എന്ത്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഡ്രസ്സ് മാറിക്കോളെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗിരിയേട്ടൻ പോ. ഞാൻ പോവില്ല. നീ ഡ്രസ്സ് മാറടി. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഗിരിയേട്ടൻ പൊയ്ക്കോ. ഗിരിയേട്ടൻ പോയിട്ടേ ഞാൻ ഡ്രസ്സ് മാറുന്നുള്ളൂ. എങ്കിൽ നീ ഇത് മാറിയത് തന്നെ. അവനും വാശിയോടെ പറഞ്ഞു. ഗിരിയേട്ടാ. അവൾ ദയനീയമായി വിളിച്ചു. എന്ത് ഗിരിയേട്ടാ? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, മോളെ ഡ്രസ്സ് മാറിക്കോ. ഏട്ടൻ കണ്ണടച്ചിരുന്നോളാം. അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൻ ദയനീയമായി നിന്നു. പെട്ടെന്നാണ് അതിലൊരു മുട്ട് കേട്ടത്. അത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. മോളെ. അവർ വിളിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി. അവൻ ചെന്ന് വാതിൽ തുറന്നു. നീ എന്താടാ ഇവിടെ? അവളെവിടെ? അവർ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് അവൻ്റെ പുറകിലേക്ക് നോക്കിയതും നനഞ്ഞ ഡ്രസ്സോടെ കൂടി അവിടെ നിൽക്കുന്ന മിത്രയാണ് കണ്ടത്. ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ മോളെ? ഡ്രസ്സ് മാറാഞ്ഞ എന്താ? അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അവനെ നോക്കി. അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിരുന്നു. തെമ്മാടി, ഇറങ്ങടാ ഇങ്ങോട്ട്. അവർ അവൻ്റെ ചെവിയിൽ പിടിച്ച് കിഴുകിക്കൊണ്ട് അവനെ പുറത്തേക്ക് ഇറക്കി. മോള് ഡ്രസ്സ് മാറിയിട്ട് വാ. അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ ഗിരിയുടെ മുഖത്തേക്ക് നോക്കി. അവനാണെങ്കിൽ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. അത് കണ്ട് അവളുടെ മുഖം ചുവന്നു തുടുത്തു. പിന്നെ വാതിലടച്ചിട്ട് ഡ്രസ്സ് മാറി ഇറങ്ങി. കുറച്ചു നേരം കൂടി ചായയൊക്കെ കുടിച്ചിട്ട് അവൾ അവൻ്റെ അമ്മയോട് സംസാരിച്ചിരുന്നു. പിന്നെ അവനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി.